ഒരുപാട് രോഗികൾ എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ നമുക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് എണ്ണയാണ് ഏറ്റവും നല്ലത്? നമുക്കറിയാം ഒലീവ് ഓയില്, സൺഫ്ലവർ ഓയില്, കോക്കനട്ട് ഓയില്, തവിടെണ്ണ, എള്ളെണ്ണ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓയിലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ചിലർ പറയുന്നു സൺഫ്ലവർ ഓയിലാണ് നല്ലതെന്ന്, മറ്റു ചിലർ പറയുന്നു സാധാ വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് നല്ലത്, മറ്റു ചിലർ പറയുന്നു ഒലീവ് ഓയിലാണ് നല്ലതെന്ന്. ഏത് ഓയിലാണ് ഏറ്റവും നല്ലത്? നിങ്ങൾ ഏതാണ് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓയിൽ എന്ന് പറയുന്നത്? നമുക്കറിയാം ലിക്വിഡ് ഫോം ഓഫ് ഫാറ്റ് ആണ് ഓയിൽ എന്ന് പറയുന്നത്. അതായത് ദ്രവരൂപത്തിലുള്ള കൊഴുപ്പിനെയാണ് നമ്മൾ ഓയിൽ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ ജനറലായിട്ട്, അതായത് പൊതുവായിട്ട് ഏത് എണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്. അതായത് ഏത് എണ്ണ നിങ്ങൾ ഉപയോഗിച്ചാലും, അതായത് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അത് മിതമായ രീതിയിൽ ഉപയോഗിക്കുക. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് അത് ഒരുപാട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മിതമായ രീതിയിൽ ഉപയോഗിക്കുക, അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓയിൽ അഥവാ എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചൂടാക്കി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ആ ഒരു പ്രവണത ഉണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കണം. അതായത് നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചൂടാക്കിയിട്ടുള്ള എണ്ണ, എന്തൊക്കെ ഭക്ഷണങ്ങളാണോ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ആ ടൈമിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ബാക്കി വന്നത് തണുത്തതിന് ശേഷം വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് കാണുന്നത്. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഈ രീതിയിലുള്ള എണ്ണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബേക്കറികളിലും അതേപോലെ ഹോട്ടലുകളിലൊക്കെ ഇതേപോലുള്ള വീണ്ടും വീണ്ടും എന്താ പറയുക ചൂടാക്കിയിട്ടുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ്, ചിപ്സ്, നമുക്കറിയാം പല രീതിയിലുള്ള ചിപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. പൊട്ടറ്റോ ചിപ്സ്, ബനാന ചിപ്സ്, ടെപ്പിയോക്ക ചിപ്സ്, ഇതിലുള്ള ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത് ഈ രീതിയിലുള്ള എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതാണ് എന്താ പറയുക ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രോക്ക്, അങ്ങനെയുള്ള രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് അങ്ങനെയുള്ള ഈ റീസൈക്കിൾ ചെയ്തിട്ടുള്ള എണ്ണ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ പൊരിക്കടികൾ, നമുക്കറിയാം പഴംപൊരി, സമൂസ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പല ബേക്കറികളിൽ നമ്മൾ കാണുന്നത് ഈ വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാൽ, ചൂടാക്കിയിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നമുക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒലീവ് ഓയിൽ വളരെ നല്ലതാണ്, പക്ഷേ നമ്മൾ അതായത് ഒലീവ് ഓയിൽ ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒലീവ് ഓയിൽ നമ്മൾ എപ്പോഴും നമുക്ക് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ രീതികളിലും ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഓയിൽസ് നമ്മൾ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. റിഫൈൻഡ് ഓയിൽസ് എന്താണ്? റിഫൈൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണക്കുരുവിൽ നിന്നും നമ്മൾ കൂടുതൽ എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ എണ്ണ ചൂടാക്കും. ഇത് ചൂടാക്കിയിട്ട് അതിനകത്ത് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയാൻ നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന എന്താ പറയുക നമ്മുടെ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻഡ് ഓയിലൊക്കെ നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസ് ആണ്. അതിനകത്തൊക്കെ ഇങ്ങനെ റിഫൈൻഡ് ആക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഹെൽത്തി പ്രോപ്പർട്ടീസും അതിന് നഷ്ടപ്പെടും. അതായത് മിനറൽസ്, വൈറ്റമിൻസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, അങ്ങനെയുള്ള എല്ലാ പോഷക ഘടകങ്ങളും അതിൽ നഷ്ടമാകും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കണം. പിന്നെ നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സ്മോക്കിംഗ് പോയിന്റ് എന്ന ഒരു ടേം ഉണ്ട്. അത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം എണ്ണ നമ്മൾ ചൂടാക്കുമ്പോൾ അതിൽ പുക വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ വീടുകളിൽ പാചകം ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും, നമുക്ക് പുക വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഓവറായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പുക വരുന്നത്. അപ്പം അങ്ങനെ പുക വരുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. പുക വന്ന് കഴിഞ്ഞിട്ടുള്ള എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതും ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണമായേക്കാം.
അപ്പോൾ നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് തരം എണ്ണയാണ് നല്ലത് എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്ത് തരം ഫുഡാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് ഏത് എണ്ണയാണ് നമ്മൾ നല്ലത് അത് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ഓയിലായ ഒലീവ് ഓയിലിനെ കുറിച്ച് പറയാം. അപ്പോൾ ഒലീവ് ഓയിൽ നമുക്ക് വളരെ ഹെൽത്തിയാണ്. നമുക്ക് ആവശ്യമുള്ള നല്ല കൊളസ്ട്രോൾ ഒക്കെയാണ് ഒലീവ് ഓയിലിനകത്തുള്ളത്. അത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. പക്ഷേ ചൂടാക്കിയിട്ടുള്ള ഒരു ഭക്ഷണങ്ങൾക്കും നമ്മൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ ഒട്ടും നല്ലതല്ല. അതായത് ചൂടാക്കി കഴിഞ്ഞാൽ ഒലീവ് ഓയിലിൻ്റെ എല്ലാ ഹെൽത്തി പ്രോപ്പർട്ടീസും, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എന്താ പറയുക ആരോഗ്യ ഘടകങ്ങളും അതിൽ നിന്ന് നഷ്ടമാകും ചൂടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒലീവ് ഓയിൽ ഏറ്റവും നമ്മൾ ഉപയോഗിക്കാൻ നല്ലത് നമ്മൾ സാലഡിന് ഡ്രസ്സ് ചെയ്യുക. അതായത് നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമല്ലോ, കക്കരിക്ക, ക്യാരറ്റ്, തക്കാളി, ഉള്ളിയൊക്കെ മുറിച്ച് സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറമെ ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂണോ 2 സ്പൂണോ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് രുചി കൂട്ടാനൊക്കെ നമ്മൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കാതെ നമ്മൾ എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് പുറമെ ഒലീവ് ഓയിൽ ഒക്കെ ഉപയോഗിക്കാം. കുട്ടികൾക്ക് നല്ലതാണ് ഒലീവ് ഓയിൽ. നമ്മൾ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഒലീവ് ഓയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പുതിയ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിൽ, അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ അടുത്ത് ഏറ്റവും കിട്ടുന്ന ഓയിൽ ഏതാണോ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഓയിൽ ഏതാണ്? കൊക്കനട്ട് ഓയിലാണ് അല്ലേ, വെളിച്ചെണ്ണ. അടുത്തതായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലിനെ കുറിച്ച് നോക്കാം. സൺഫ്ലവർ ഓയിൽ നമുക്കറിയാം, നമുക്ക് പ്യൂർ ആയിട്ടുള്ള ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് നമുക്ക് കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത് പ്യൂർ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ അല്ല. നമുക്കറിയാം ഇത്ര വില കുറച്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ അല്ല. ഒരു പ്യൂർ ആയിട്ടുള്ള ഒറിജിനൽ സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ഹെൽത്തിയാണ്. പക്ഷെ നമ്മളിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്ന ഓയിലും ഇത്രയും വില കുറഞ്ഞിട്ട് കിട്ടുന്നത് സൺഫ്ലവർ ഓയിൽ അല്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സൺഫ്ലവർ ഓയിൽ ഒരു റിഫൈൻഡ് ഓയിലാണ്. അതായത് റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഹെൽത്തി പ്രോപ്പർട്ടികളും രുചിയും മണവും അതിൻ്റെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ഫാറ്റും മിനറൽസും വൈറ്റമിൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് നമുക്ക് പാക്കറ്റുകളിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഹെൽത്തി ഗുണങ്ങളുമില്ല. പക്ഷേ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീപ് ഫ്രൈ ചെയ്യുന്ന ഇതിന് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ സൺഫ്ലവർ ഓയിൽ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഡീപ് ഫ്രൈ ഉള്ള ഐറ്റംസിന് മാത്രം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് ആണ് സൺഫ്ലവർ ഓയിൽ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് അളവ് വളരെ കുറയ്ക്കുക. നമ്മൾ ഇതേപോലെ ഡീപ് ഫ്രൈ ചെയ്യുന്ന ആവശ്യങ്ങളുള്ള സമയത്ത് മാത്രം അത് മിതമായ രീതിയിൽ ഉപയോഗിക്കുക. നമുക്ക് അടുത്തതായി കൊക്കനട്ട് ഓയിൽ നമുക്ക് അതായത് വെളിച്ചെണ്ണ നല്ലതാണോ എന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കേരളക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കിട്ടുന്നത് വെളിച്ചെണ്ണയാണ്. അതായത് ഏറ്റവും ശുദ്ധമായ രീതിയിൽ കിട്ടുന്നത് നമുക്ക് വെളിച്ചെണ്ണയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്, അതിൽ കൊളസ്ട്രോൾ ഒന്നുമില്ല. നമുക്ക് പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും നല്ല എണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന വെളിച്ചെണ്ണ തന്നെയാണ്. അത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാവാം. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു മായവും ചേർക്കാതെ നമുക്ക് മില്ലിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണ കിട്ടും. അതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിന് പ്രിപ്പറേഷൻ ഏറ്റവും നല്ലതും ഏറ്റവും ആരോഗ്യ ഗുണങ്ങളുള്ളതും. അതായത് നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് എന്താ പറയുക കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഏത് എണ്ണ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ അത് കുക്ക് ചെയ്ത്, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി കുറച്ച് നഷ്ടപ്പെടും. അപ്പോൾ പ്യുവറായിട്ടുള്ള കൊക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസിനും നമുക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ നമ്മൾ മിതമായ രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വീട്ടിൽ സാധാരണ മീൻ പൊരിക്കുക,
അതേപോലെ ചിക്കൻ പൊരിക്കുക, ഇങ്ങനെ രീതിയിലൊക്കെയുള്ള ഡീപ്പ് ഫ്രൈ ചെയ്യാത്ത എല്ലാ ഐറ്റം ഫുഡ് പ്രിപ്പറേഷനും നമുക്ക് വെളിച്ചെണ്ണയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നതും നമ്മുടെ എല്ലാ ഫുഡ് ഐറ്റംസിലും വെളിച്ചെണ്ണ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പല പേഷ്യൻസും നമ്മളോട് ചോദിക്കാറുണ്ട് ഏറ്റവും നല്ലത് ഏതാണെന്ന്. അപ്പോൾ നമുക്കറിയാം സൺഫ്ലവർ ഓയിൽ വളരെ നല്ലതാണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ എക്സാക്ട് സൺഫ്ലവർ ഓയിൽ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശുദ്ധമായിട്ട് അവൈലബിൾ ആകുന്നതും നമുക്ക് 100% വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. അടുത്ത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ പാം ഓയിൽ നല്ലതാണോ എന്ന് നോക്കാം. പാം ഓയിലിനകത്തും നമുക്കറിയാം എണ്ണ കട്ടി കൂടുന്നതിന് വേണ്ടി ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ആയ ഒരു ട്രാൻസ് ഫാറ്റ് ആണ് പാം ഓയിലിനുള്ളത്. അപ്പോൾ അതും ഒരു ട്രാൻസ് ഫാറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും ഒന്നും നല്ലതല്ല. അപ്പോൾ അതിൻ്റെ ഉപയോഗവും നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തത് നമുക്ക് നെയ്യ് അഥവാ ഗീ നല്ലതാണോ എന്ന് നോക്കാം. നമുക്കറിയാം ശുദ്ധമായിട്ടുള്ള നെയ്യ് അഥവാ ഗീ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. ചെറിയ രീതിയിൽ നമുക്ക് ഇതേപോലെ ശുദ്ധമായ നെയ്യ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. നമുക്കറിയാം അതിൽ മായമൊന്നും നമുക്ക് ചേർക്കാൻ ഡയറക്റ്റ് നമുക്ക് മില്ലുകളിൽ നിന്ന് വാങ്ങിക്കാം. നമുക്ക് വീട്ടിൽ തന്നെ അത് പിന്നെ നാളികേരം ഉണക്കി നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മൾ വീട്ടിൽ പരമാവധി വെളിച്ചെണ്ണ ഉപയോഗിക്കുക, പക്ഷേ നമ്മൾ അത് മിതമായിട്ട് രീതിയിൽ ഉപയോഗിക്കുക. ഏറ്റവും ചുരുങ്ങി നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഹെൽത്തി പ്രോപ്പർട്ടി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം അവിയലൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ പുറമെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അതിൻ്റെ പുറമെ വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് അത് ചൂടാക്കാതെ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ അതിൻ്റെ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒലീവ് ഓയിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. സാലഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു സ്പൂൺ മുതൽ 2 സ്പൂൺ വരെ ഒലീവ് ഓയിൽ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയല്ല, നമ്മൾ വല്ലപ്പോഴും അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തരം ഓയിലാണോ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഓയിൽ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.